Guys, welcome back to AP Vlogs. അപ്പോൾ ലാസ്റ്റ് ആടുജീവിതം എന്ന സിനിമയുടെ റിവ്യൂക്ക് ശേഷം ഞാൻ പിന്നെ എത്തിയിരിക്കുകയാണ് പുതിയൊരു റിവ്യൂ ആയിട്ട്. അപ്പോൾ നമ്മൾ ഏത് സിനിമയെക്കുറിച്ച് സംസാരിച്ചു വരുന്നത് സമാധാന പുസ്തകം, ഡയറക്റ്റഡ് ബൈ രവീഷ് നാഥ്. അപ്പോൾ രവീഷ് നാഥ് എന്ന സംവിധായകന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റൈറ്റിങ്ങിൽ ഒരുങ്ങിയ ഒരു സിനിമയാണ് സമാധാന പുസ്തകം. സോ പറഞ്ഞു വരുമ്പോൾ ദിസ് മൂവി ഈസ് വെരി സ്പെഷ്യൽ ടു മീ. കാരണം എൻ്റെ കോളേജിൽ എൻ്റെ ജൂനിയർ, എൻ്റെ വളരെ പ്രിയ സുഹൃത്തായ ട്രിനിറ്റി ആണ് ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയ എന്നാണ് ക്യാരക്ടറുടെ പേര്. അപ്പോൾ അവൾക്ക് കൊടുത്തേക്കുന്ന റോള് അവൾ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവൾക്ക് കൺഗ്രാറ്റ്സ്. പിന്നെ ഈ സിനിമയിൽ അവളുടെ ഒപ്പം തന്നെയുള്ള ഒരു സെക്കൻഡ്, എനിക്ക് അവൻ്റെ റിയൽ നെയിം അറിയില്ല, പക്ഷെ ആദർശൻ എന്നാണ് സിനിമയിലെ പേര്. പക്ഷെ അവന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾസോ ഒപ്പീനിയൻ ഹി വാസ് ഓൾസോ ഗുഡ്. പിന്നെ ഇതിനകത്ത് പ്രധാന ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആക്ടർ സിജു വിൽസൺ, ലിയോണ ലിസോയ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് മെയിനായിട്ട് കുറച്ച് കൈകാര്യം ചെയ്തേക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും, സിജു വിൽസണൊക്കെ നല്ലൊരു അപ്പിയറൻസിൽ വന്നു, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ, ഇപ്പോഴത്തെ കാലത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ സ്റ്റാർഡം നോക്കി പോകുമ്പോൾ ഇപ്പോൾ മമ്മൂക്കയുടെ പടവും ലാലേട്ടൻ്റെ പടമൊക്കെ എല്ലാവരും താടിക്കയറി കാണും. പക്ഷെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കൽ ചിലവർ വളരെ കുറവാണ്. എല്ലാവരെ കുറിച്ചല്ല, ചിലവർ. പക്ഷേ ഇത് എൻ്റെ കൂട്ടുകാരിയുടെ ആണെങ്കിലും ആ പയ്യൻ്റെ ആണെങ്കിലും ഒക്കെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഇവരെ പരമാവധി പ്രൊമോട്ട് ചെയ്യണം. ഈ സമാധാന പുസ്തകം എന്ന് പറയുമ്പോൾ ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് 2000 കാലഘട്ടം, 2001 നടക്കുന്ന ഒരു സ്കൂൾ ലൈഫ്, വേറെ ഫോൺ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സ്വപ്നം മാത്രം. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കുട്ടികളുടെ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നടക്കുന്ന ബുക്ക് വായിക്കുക എന്നുള്ളൊരു സംഭവം. ഇത് ഫുള്ള് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കഥ പറയുന്ന പോലെ അതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ സമയത്തൊക്കെ ഇങ്ങനെ കുട്ടികളുടെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കാൻ പാടില്ല, അവർ തമ്മിലൊരു ഇൻറ്റിമസി പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാലഘട്ടം. സ്കൂളിലൊക്കെ ആണെങ്കിലും ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് കുറ്റം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു സമയം. അത് ഞാൻ കണ്ടപ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഇപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ഈ കാലത്തിന് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ ഇതിനൊക്കെ ഒരു അതിരുകളുണ്ടോ? ഒരു പെൺകുട്ടി ആൺകുട്ടിയായിട്ട് ഇൻറ്റിമേറ്റായിട്ട് പെരുമാറുന്നതിനൊക്കെ ഒരു അതിരില്ലാത്തൊരു സമയമായിപ്പോൾ. എല്ലാവരും ഒരുമിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഇതിനൊന്നും ഒരു പ്രസക്തി ഇപ്പോൾ ഇല്ല. പക്ഷേ നമ്മൾ ആ ഒരു സമയത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി ഇതൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ. എല്ലാവരും ഒരു തിയേറ്ററിൽ പോയി കാണണം, ഇവരെ പരമാവധി സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു സംഭവം എനിക്ക് പറയാനുള്ളൂ. സോ ഈ സിനിമ, സമാധാന പുസ്തകം എന്ന് പറയുന്ന സിനിമ നമുക്ക് വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. സോ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്നത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. സോ ദിസ് അമൽ കോളി സൈനിങ് ഫ്രം AP Vlogs. താങ്ക് യു, ബൈ.